ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. +1 തേർഡ് ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന കുറച്ച് ജോമെട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന ഭാഗമാണ്. നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ആ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ അവിടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പൊ ഒരു യൂണിറ്റ് സർക്കിൾ ആണ്, റേഡിയസ് 1 ആയിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിൾ നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് സർക്കിൾ ആണ്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇത് x ആക്സിസ് ആണ്, y ആക്സിസ് ഇത് പോസിറ്റീവ് x ആക്സിസ്, ഇത് നെഗറ്റീവ് x ആക്സിസ്, y ആക്സിസ് നെഗറ്റീവ് y ആക്സിസ്. അപ്പൊ ഇവിടെ നിന്ന് വരെയുള്ള ഡിസ്റ്റൻസ് യൂണിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് ആകുമ്പോൾ ഇവിടെ എന്ത് വരും, ഇതിന്റെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ x ആക്സിസിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,0 ആയിരിക്കും. ഇവിടെ ചെയ്യുമ്പോൾ എന്താണ്, y ആക്സിസിലാണ്. അപ്പൊ 0,1. ഈ സൈഡിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും, -1,0. താഴെ എന്ത് വരും, 0,-1 എന്നാണ്. അപ്പൊ നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ യൂണിറ്റ് സർക്കിളില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്തു. ആ ആർക്കിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു, എക്സ് വാല്യൂ എടുത്തു. അപ്പൊ റേഡിയൻ മെഷർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് സർക്കിളില് യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളില് എന്താണ് 1 റേഡിയൻ എന്ന് പറഞ്ഞാല് യൂണിറ്റ് ലെങ്ത് ഉള്ള ആർക്ക് നമ്മൾ മാർക്ക് ചെയ്ത അതിന്റെ എൻഡ് പോയിന്റ്സ് സെന്ററിലേക്ക് ജോയിൻ ചെയ്ത ഫോം ചെയ്യുന്ന ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 റേഡിയൻ. ആ ആംഗിളിനെ നമ്മൾ 1 റേഡിയൻ എന്നാണ് വിളിക്കാറ്. അപ്പൊ ഇവിടെ നമ്മള് എക്സ് ആണ് മാർക്ക് ചെയ്തതെങ്കിൽ, ഈ ആർക്കിന്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ ഇതിന്റെ എൻഡ് പോയിന്റ്സ് നമ്മൾ സെന്ററിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഓൾറെഡി ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എടുത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിന് ഈ ആംഗിളിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, എക്സ് ആണെന്ന് വിളിക്കാൻ പറ്റും. ഈ ആംഗിൾ എന്താണ്, എക്സ് റേഡിയൻ ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റ്, ഇവിടെയുള്ള ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഇത് എക്സ് റേഡിയൻ ആണ്. ഈ ആംഗിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് റേഡിയൻ ആണ്. എന്തുകൊണ്ടാണ്, റേഡിയൻ മെഷർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ഈ പോയിന്റിനെ ഞാൻ പി എടുത്തു. PA, B എന്നാണ് ഈ പോയിന്റ്. ജനറൽ പോയിന്റ് ആണ്, നമുക്കറിയില്ല. ഈ ആർക്ക് ലെങ്ത് എക്സ് ആയതുകൊണ്ട് ഇത് എവിടെയാണ് വന്ന് നിൽക്കുവാന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിന് എന്ത് ചെയ്യാണ്, A, B എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് A, B ആണെങ്കിൽ ഇവിടെ നമ്മള് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് എന്തായിരിക്കും, ഈ ലെങ്ത് എന്ന് പറയുന്നത്, എക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും, A ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത് എന്തായിരിക്കും, B ആയിരിക്കും. Y ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, B ആണ്. ഇനി ഇത് യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആയതുകൊണ്ട് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഹൈപ്പോട്ടനസ് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് നമ്മൾ A എന്ന് മാർക്ക് ചെയ്തു, ഇത് നമ്മൾ B എന്ന് മാർക്ക് ചെയ്തു, ഇത് C എന്ന് മാർക്ക് ചെയ്തു, ഇത് D എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റ് നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആംഗിൾ A അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിനെ M എന്ന് വിളിക്കാം. എന്താണ്, ട്രയാംഗിൾ PMO എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആണ്. PMO എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളില് അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ ആണ്. ഓക്കെ, റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 10th പഠിച്ചതാണ്. cos x എന്ന് പറഞ്ഞാൽ എന്താണ്, cos x is equal to എന്താണ്, cos x എന്ന് പറഞ്ഞാല് എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എതിർവശം എന്ന് പറഞ്ഞാൽ ആരാണ്, ഇതാണ്. സോറി, cos x എന്ന് പറഞ്ഞാല് സമീപവശം ബൈ കർണം. എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞാൽ sin x ആണ്. ഇവിടെ എന്താണ്, സമീപവശം ബൈ കർണാണ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, OM ബൈ ഹൈപ്പോട്ടനസ് എന്താണ്, OP ആണ്. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും, ഇസ് ഈക്വൽ ടു A/1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, A ആണ് ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, sin x എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. sin x എന്ന് പറഞ്ഞാൽ എന്താണ്, എതിർവശം ബൈ കർണാണ്. അപ്പൊ എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞാൽ എന്താണ്, PM ബൈ എന്ത് വരും, OP വരും. PM എന്ന് പറഞ്ഞാൽ എന്താണ്, B ആണ്. കർണം എന്താണ്, 1 ആണ്. അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് എന്താണ്, 1 ആണ്. ഇതെന്ത് കിട്ടും, B വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, cos x is equal to 1 എന്നും അതുപോലെ എന്താണ്, sin x is equal to എന്താണെന്ന് കിട്ടി, sin x is equal to B എന്ന് കിട്ടി. ഓക്കെ, cos x is equal to 1, sin x is equal to എന്താണ്, സോറി, cos x is equal to A, sin x is equal to B എന്ന് നമുക്ക് കിട്ടി. cos x is equal to A, സോറി പറയുമ്പോൾ 1 എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, തിരുത്തി പറയുന്നു. എന്താണ്, cos x is equal to A എന്നും അതുപോലെ എന്താണ്, sin x is equal to B എന്നും നമുക്ക് കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, മട്ട ത്രികോണാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൈതഗോറസ് തിയറം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് എന്താണ് പൈതഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ, അല്ലെങ്കിൽ എന്താണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് കർണം സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓ എം സ്ക്വയർ പ്ലസ് എന്താണ് എം പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ഒ പി സ്ക്വയർ. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൻ പറ്റും? ഒ എം എന്ന് പറഞ്ഞാൽ എന്താണ് എ സ്ക്വയർ ആണ് പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 1 സ്ക്വയർ ആണ് 1. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ എന്ന് പറഞ്ഞാല് കോസ് ആണ്, അപ്പൊ കോസ് എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ സാധാരണ നൊട്ടേഷൻ കോസ് സ്ക്വയർ എക്സ് ആണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇതെന്താണ്? ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. നമ്മൾ എന്ത് പറയാറുണ്ട്? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ വേറെ രണ്ടെണ്ണം ഉണ്ടാക്കും. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. സാധാരണ പറയുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാറുണ്ട്. ഇതെന്താണ്? ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചു. സിമ്പിൾ ആയ കാര്യമാണ്, ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി നമ്മളിവിടെ ആംഗിൾ എടുത്തു. ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാല് 90 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? π/2 ആണ്. കാരണം യൂണിറ്റ് സർക്കിൾ ആയ യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആണെങ്കിൽ എന്താണ് അതിന്റെ ടോട്ടൽ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ് പെരിമീറ്റർ. അതിന്റെ അകത്ത് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 2π × 1 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഈ വാല്യൂ എന്ന് പറയുന്നത് 2π എന്നാണ് വരിക. ടോട്ടൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ആണ് വരിക. ആ 2π-നെ 4 ഈക്വൽ ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം എന്താണ്? 2π-യുടെ 4/1 ഭാഗം. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് പെരിമീറ്റർ? ഇത് π/2 ആണ്. എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ അല്ലെങ്കിൽ എന്താണ് ചുറ്റളവ് എന്ന് നമ്മൾ പറയും. ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ട് എന്താണ്? 2π ആണ്. അതിനെ കൃത്യമായ 4 ഭാഗങ്ങളാണ് ആക്കുന്നത്. അപ്പൊ കൃത്യമായ 4 ഭാഗങ്ങളാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2π/4 എന്ന് വരും അല്ലെ? അപ്പൊ ഇതിനെന്ത് വരും? 2π/4. അപ്പൊ എന്താ വരിക? ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ എന്താണ്? π/2 ആണ്. അപ്പൊ ഇവിടെ വരെയുള്ള ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? π/2 ആണ്. അപ്പൊ ഈ ആർക്ക് ലെങ്ത് സെന്ററിലേക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? ഈ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും? ആ ഒരു ആംഗിൾ π/2 ആണ്. അതുപോലെ ഈ ആംഗിൾ എന്താണ്? π/2 ആണ്. ഇതും എന്താണ്? π/2. കാരണം ഇത് 4ഉം സിമെട്രിക്കൽ ആയിട്ടുള്ളത്, ഒരുപോലെയുള്ളതാണ്. അപ്പൊ എന്ത് വരും? ഇത് π/2 ആണ്. ഇതും എന്താണ്? π/2 ആണ്. ഇതും എന്താണ്? π/2. അങ്ങനെ 4 π/2കളെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? 2π ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? π/2 ആംഗിൾ ആയിരിക്കും. കാരണം ആർക്ക് ലെങ്ത് π/2 ആണ്. അപ്പൊ അത് സെന്ററിലേക്ക് യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിന്റെ ആർക്ക് ലെങ്ത് π/2 ആണെങ്കിൽ അത് സെന്ററിൽ ഫോം ചെയ്യുന്ന ആ ലെങ്ത്, ആർക്കിന്റെ ലെങ്ത് π/2 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 ആംഗിൾ ആണ്. കാരണം അതേ രീതിയിൽ തന്നെ എടുത്തത് എക്സ് ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ എന്ത് വരും? അത് സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 എക്സ് റേഡിയൻ ആണ്. അപ്പൊ ഈ ആർക്കിന്റെ ലെങ്ത് π/2 ആണെങ്കിൽ ഇത് സെന്ററിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 റേഡിയൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് π/2 ആണ്. അപ്പൊ ഈ ആംഗിള് AOB എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? π/2 ആണ്. ഇങ്ങനെയാണ് വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി AOB π/2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ലൈന് എവിടെ വന്ന് നിൽക്കും? ഇവിടെയാണ് വന്ന് നിൽക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ലൈന് എവിടെയാ വന്ന് നിൽക്കുക? ഇവിടെയാണ് വന്നത്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇവിടെ എന്താണ്? cos x എന്ന് പറഞ്ഞാൽ A ആണ്, sin x എന്ന് പറഞ്ഞാൽ എന്താണ്? B ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ വാല്യൂ B എന്ന് പറയുന്ന വാല്യൂ എന്ത് വരും? ഇതാണ് B ആയിട്ട് വരിക. ഈ ലെങ്ത് ആണ് എന്തായിട്ട് വരിക? B ആയിട്ട് വരിക. A എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറും? A എന്ന് പറയുന്ന ഈ വാല്യൂ ചുരുങ്ങിയിട്ട് എന്ത് വരും? ഇവിടത്തേക്ക് വരും. സോറി, ഇങ്ങനെയല്ല വരിക, അത് മാറിപ്പോയി. എന്താണ് ഈ വാല്യൂ? എന്താണ് ഈ ട്രയാംഗിളിന്റെ ഈ A എന്ന് പറയുന്ന വാല്യൂ ഇവിടത്തേക്ക് ചുരുങ്ങി വരും. കാരണം നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. കാരണം ഈ ഒരു അറ്റ ഇവിടെയും മറ്റേത് ഇവിടെയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടത്തേക്ക് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഒരു
ഇതാണ് കേട്ടോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല കിട്ടുന്നത്. എന്ത് ചെയ്തു, ഈ ഒരു ഭാഗമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തില് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ എന്ന് പറയുന്നത് എന്തായി, 0 ആയി. എ എന്ന് പറയുന്നത് 0 ആയി. ഈ ഒരു ആർക്കാണ് എടുക്കുന്നതെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ 0 ആയി. എന്താണ്, ബി എന്ന് പറയുന്ന വാല്യൂ എന്തായത്, 1 ആണ് ആയത്. എ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എ എന്ന് പറയുന്ന വാല്യൂ 0 ആണ്, ബി എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ π/2 ആവുന്ന സമയത്ത് എന്താണ്, ഇത് cos x ന്റെ വാല്യൂ a ആണ്. ഇവിടെ x ആവുമ്പോ cos x ന്റെ വാല്യൂ a യും sin x ന്റെ cos x ന്റെ വാല്യൂ a യും sin x ന്റെ വാല്യൂ എന്താണ്, b ആണ്. അങ്ങനെയാണെങ്കിൽ 0,1 അതായത് ഈ ആംഗിൾ π/2 ആവുന്ന സമയത്ത് എന്താ വരിക, cos x എന്ന് പറഞ്ഞാൽ a യുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്, a യുടെ സ്ഥാനത്ത് 0 ആണുള്ളത്. b യുടെ സ്ഥാനത്ത് ആരാണ്, അപ്പൊ cos x അല്ല, എന്താണ്, cos π/2. ഇവിടെ x ആയതുകൊണ്ടാണ് എന്ത് വന്നത്, cos x എന്ന് പറഞ്ഞ a ആയത്. അപ്പോൾ ഇവിടെ എന്ത് വരും, cos π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്, sin π/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ കിട്ടി. π/2 വരുമ്പോ എന്താണ്, cos π/2 എന്ന് പറഞ്ഞാൽ 0 യും sin π/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഇനി അതുപോലെ ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ എന്താ വരിക, ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആർക്കിന്റെ ലെങ്ത്. അപ്പൊ ആ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാല് ഇതാണ്. അപ്പൊ ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാണ്. അപ്പൊ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ്. അപ്പൊ എന്ത് വരും, ആ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാണ് നോക്കുക. ഇവിടം വരെ π/2 ആണ്. ഇവിടം വരെ എന്താവും, π ആണ്. ടോട്ടല് 2π ആണ്. അപ്പൊ ഇവിടം വരെയുള്ള ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, π ആണ്. അങ്ങനെയാണെങ്കിൽ അത് സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, π റേഡിയൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും, π റേഡിയൻ ആണ്. π റേഡിയൻ നമ്മൾ എഴുതാലോ, π എഴുതിയാൽ π റേഡിയൻ അല്ലെങ്കിൽ 180 ഡിഗ്രി ആണ്. ഇതാണെങ്കിൽ എന്ത് വരും, 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, π റേഡിയൻ ആണ് നമുക്ക് കിട്ടും. π റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ആരാ, എ എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എന്താണ്, എ എന്ന് പറയുന്ന വാല്യൂ എന്ത് സംഭവിച്ചു, നമ്മൾ ഈ പിക്ചറാണ് എടുക്കുന്നതെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറി, എ എന്ന് പറയുന്ന വാല്യൂ ചുരുങ്ങിയിട്ട് ഈ സൈഡിലേക്ക് വന്നു. അപ്പൊ എന്താണ്, -a ആണ്. എന്ത് ചെയ്തു, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ചുരുങ്ങി താഴോട്ട് വന്നു. അപ്പൊ ഇത് നോക്കിയാൽ മതി, നമ്മൾ ആ കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് എടുക്കുമ്പോൾ എന്താണ്, cos x എന്ന് പറയുന്ന a യും sin x എന്ന് പറയുന്ന b യും ആണ്. അപ്പൊ ഇതാണ് പോയിന്റ്, ആർക്കിന്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, cos x എന്ന് പറയുന്നത് എന്താണ്, cos x എന്ന് പറയുന്നത് a ആണ്. അപ്പൊ എന്ത് വരും, cos x എന്ന് പറയുന്നത് -1, cos π എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ cos x അല്ല, cos π എന്ന് പറഞ്ഞാൽ -1 ഉം sin π എന്ന് പറഞ്ഞാൽ എന്താണ്, sin π എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. b എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 0 ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അതുപോലെ എന്ത് വരും, ആംഗിൾ AOD. ആംഗിൾ AOD എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടിട്ട് ഇങ്ങനെ വരുന്ന ആംഗിൾ ആണ്. ഇത് എത്ര എണ്ണം ചേരുന്നുണ്ട്, ഒരു π/2 ചേർന്നു, പിന്നെ ഒരു π/2 ചേർന്നു, π ആയി, അതിന്റെ കൂടി ഒരു π/2 ചേർന്നു. അപ്പൊ എന്ത് വരും, 3 π/2കളാണ് ചേരുന്നത്. 3 πയുടെ അരകളാണ് ചേരുന്നത്. അപ്പൊ എന്ത് വരും, 3π/2, 1.5 π/2 എന്ന് വരും. ഈ ആംഗിൾ എത്രയാവില്ല, 1.5 3π/2. ഇത് 3π/2 എന്നാണ് വരും അല്ലെ. 3 3π/2കളാണുള്ളത്. അപ്പൊ 3 × π/2 വരും. അതാണ് 3π/2 എന്ന് വരുന്നത്. 3π/2 ആണ്. അപ്പോഴെന്താണ് ആംഗിൾ നോക്കി, സോറി, അപ്പോഴെന്താണ്, cos x ന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് ചെയ്താലോ. cos x ന്റെ വാല്യൂ എന്താ വരിക, AB ആണ്. ഇതാണ് അതിന്റെ എൻഡ് പോയിന്റ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ. അപ്പൊ ഈ സെന്ററിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. അപ്പൊ cos x അല്ല, cos 3π/2. cos 3π/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, cos 3π/2 a ആണ്. cos x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, 0 ആണ്. അപ്പൊ cos 3π/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. sin 3π/2 എന്ന് പറഞ്ഞാൽ എന്താണ്, sin 3π/2 is equal to എന്താ വരിക, -1 ആണ്. sin 3π/2 is equal to -1. ഇനി അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടം തൊട്ട് ഇവിടം വരെ വന്നാൽ എന്താ വരിക, 2π ആണ്. ആ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ആംഗിൾ AOA തന്നെയാണ്. ഇവിടെ തുടങ്ങിയിട്ട് AOA എന്ന് പറയുന്ന ആംഗിള് എന്താണ്, 2π ആണ്. ഇതേതാ ആംഗിൾ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത്ര വരെയുള്ള ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണ്. AOA എന്ന് പറയുന്നത് 2π ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്, 1,0 ആണ്. അപ്പൊ എന്ത് വരും, cos 2π എന്ന് പറഞ്ഞാൽ cos x എന്ന് പറയുന്ന ആംഗിൾ ആരാണ്, 2π ആണ്. ഇവിടെ എന്ത് വരും, വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോറി, a എന്ന് പറഞ്ഞാല് 0 യും അതുപോലെ എന്താണ്, a ആണ് എന്ത്, cos x എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, b ആണ്, സോറി 2π എന്ന് പറയുന്നത് 1. അതുപോലെ എന്താണ്, sin 2π എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഓക്കെ, sin 2π എന്ന് പറഞ്ഞാല് എന്താണ്, 0 ആണ്. അപ്പൊ ഇവിടെ കിട്ടിയത് എന്താണ്, sin
2π എന്ന് പറയുന്നത് 0യും cos 2π എന്ന് പറയുന്നത് എന്താണ് 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ വാല്യൂസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ ഈ ഒരു നൊട്ടേഷൻ നോക്കി കഴിഞ്ഞാൽ എന്താ വരുന്നത് 0 ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് തുടങ്ങുമ്പോൾ എന്താണ് ഇവിടുന്ന് തുടങ്ങുമ്പോൾ sin 0 0 ആണ്. ഓക്കെ, sin π/2 ആകുമ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട് sin π/2 ആകുമ്പോൾ 0ന്ന് 1ലേക്ക് കൂടി വന്നു. 0ന്ന് 1ലേക്ക് ഇത് കൂടി വന്നു. പിന്നെ എന്താ ചെയ്തത് ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോഴെന്താ വരുന്നത് 1ന്ന് എന്ത് ചെയ്തു 0ലേക്ക് കുറഞ്ഞു വന്നു. 1ന്ന് 0ലേക്ക് കുറഞ്ഞു വന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി എയുടെ വാല്യൂ cos x ഉം ബിയുടെ വാല്യൂ എന്താണ് sin x ഉം ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. ഇവിടെ എന്താ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 1ന്ന് 0ലേക്ക് വന്നു. പിന്നെ എന്താണ് 0ന്ന് എന്ത് ചെയ്തു സോറി sin x ന്റെ വാല്യൂ എന്ന് പറയുന്നത് എയുടെ വാല്യൂ cos x ഉം ബിയുടെ വാല്യൂ sin x ആണ്. അപ്പൊ sin x എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം cos x പറയാം. cos x എന്ന് പറഞ്ഞാൽ എന്താണ് 1ന്ന് 0ലേക്ക് കുറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു 0ന്ന് -1ലേക്ക് കുറഞ്ഞു. -1ന്ന് വീണ്ടും ഇവിടത്തേക്ക് കുറഞ്ഞു. -1ന്ന് 0ലേക്ക് കൂടി. പിന്നെ 0ന്ന് 1ലേക്ക് വീണ്ടും എന്ത് ചെയ്തു കൂടി. ആരുടെ വാല്യൂ cos x. ഇനി sin x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 0ന്ന് 1ലേക്ക് കൂടി. 1ന്ന് 0ലേക്ക് കുറഞ്ഞ് 0ന്ന് -1ലേക്ക് കുറഞ്ഞു. -1ന്ന് വീണ്ടും എന്ത് ചെയ്തു 0ലേക്ക് വന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത് sin x ന്റെയും cos x ന്റെയും വാല്യൂ തമ്മിലുള്ള വാല്യൂസ് 0, π/2, π, 3π/2, 2π എന്ന് പറയുന്ന വാല്യൂ. ഇനി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആയി കഴിഞ്ഞാൽ ആയാല് പിന്നെ അതിനുശേഷം വരുന്നത് എന്താ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരെ 2π. ഈ 2π പ്ലസ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് 2π പ്ലസ് x ആണ്. 2π പ്ലസ് x എന്ന് പറഞ്ഞാൽ നേരത്തെ അതേ സ്ഥലത്ത് തന്നെയാണ്. നേരത്തെ അതേ വാല്യൂ തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും cos of 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും cos of 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാട്ടോ cos x ന്റെ അതേ വാല്യൂ തന്നെയാണ്. അതുപോലെ എന്താണ് sin of 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും sin x തന്നെയാണ് വരിക. അതായത് 2π പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് നേരത്തെ sin π/2 ന്റെ അതേ വാല്യൂ തന്നെയാണ്. ഇനി എന്താണ് 2π പ്ലസ് π/2 cos of 2π പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ തന്നെയാണ് cos π/2 ന്റെ അതേ വാല്യൂയാണ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ വരെയാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ വാല്യൂസ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ വാല്യൂസ് എന്ത് സംഭവിച്ചു. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പോയിന്റ്സുകൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് cos x ആണ്, ബി എന്ന് പറയുന്നത് എന്താണ് sin x ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ വാല്യൂസ് മാറി. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തു. ചെറിയൊരു റിസൾട്ട് കൂടി ഉണ്ടാക്കാനാണ്. 0 ആകുന്ന സമയത്ത് എന്താണ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാകുമ്പോ എന്താണ് ആംഗിൾ 0 ആണ്. അവിടെ എന്താണ് സൈന്റെ എ 1 എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറഞ്ഞാല് cos x ആണ്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു cos x is equal to a എന്നും sin x is equal to എന്താണ് b ആണ്. ഇവിടെ a ആരാണ് 1, b ആരാണ് 0 ആണ്. അപ്പൊ എന്തൊരു a 1 ആയതുകൊണ്ട് cos 0 1, sin 0 എന്താണ് 0 ആണ്. ഇനി ഇവിടെ π/2 എത്തുമ്പോൾ ഇവിടെ എന്താ ഉള്ളത് a 0 ആണ് b 1 ആണ്. അപ്പൊ a 0 എന്ന് പറഞ്ഞാല് cos π/2 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്, sin π/2 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. ഇനി അതുപോലെ ഇവിടെ എത്തുമ്പോൾ എന്താണ് a b ആണ്. a എന്ന് പറഞ്ഞാൽ -1, b എന്ന് പറഞ്ഞാൽ 0. അപ്പൊ cos of π എന്ന് പറഞ്ഞാൽ എന്താണ് -1, sin of π എന്ന് പറഞ്ഞാൽ എന്താണ് 0. അതുപോലെ 3π/2 2π യും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു റെവല്യൂഷൻ എടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ 2π ന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്ത് ഇവിടെയുള്ള ആംഗിൾ 2π. പിന്നെ എന്താണ് 2π അല്ല π/2 ന്റെ. അപ്പൊ ഇവിടെ എന്ത് വരും π/2. പിന്നെ ഇതെന്താ വരുന്നത് π ആവുമ്പോ എന്താണ് 2π π/2 ഇൻറ്റു π/2 ഇൻറ്റു 2 ആണ്. അപ്പൊ എന്ത് വരും π/2 ഇൻറ്റു 1 ആണ് ഇത് π/2. പിന്നെ എന്താണ് π/2 ഇൻറ്റു 2 എന്നാണ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഇത് π വരും. പിന്നെ എന്താണ് π/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും 3π/2. പിന്നെ ഇതെന്ത് വരും π/2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2π. പിന്നെ എന്ത് വരും ആദ്യം വീണ്ടും എന്ത് വരും 5. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സൈന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എന്താണ് സൈൻ π/2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. സൈൻ 0 0. π/2 ഇൻറ്റു 1 എന്താണ് 1 ആണ്. പിന്നെ എന്ത് വരും 2 വരുമ്പോഴാണ് എന്ത് വരിക π വരിക. അപ്പൊ എന്താണ് 0 ആണ്. 3 വരുമ്പോഴെന്താണ് -1 ആണ്. പിന്നെ എന്ത് വരും 4 വരുമ്പോഴാണ് എന്ത് വരുന്നത് 2π വരുന്നത്. അപ്പൊ എന്താണ് 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവിടുന്ന് സൈനിന്റെ വാല്യൂ എന്താണ് 0ന്ന് 1ലേക്ക് കൂടി 1ന്ന് പിന്നെ എന്ത് വരും -1ലേക്ക് 1ന്ന് 0ലേക്ക് കുറഞ്ഞു 0ന്ന് പിന്നെ -1ലേക്ക് കുറഞ്ഞു പിന്നെ എന്താണ് വീണ്ടും ഇവിടത്തേക്ക് വന്നു 0ലേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും സൈനിന്റെ വാല്യൂ എന്താണ് സൈനിന്റെ nπ
n പൈയിലൊക്കെ എന്താണ് 0 ആണ്. സൈനിന്റെ വാല്യൂ n പൈയിൽ 0 ആണ്. n ഈക്വൽ ടു 1 1 2 3 എക്സെട്ര. അപ്പൊ നിങ്ങൾ നോക്കിയാൽ എന്താണ് n ന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക സൈൻ പൈ 0 ആണ്. ഇനി n ന് 2 കൊടുക്കുമ്പോൾ എന്താ വരിക സൈൻ 2 പൈ 0 ആണ്. ഇനി 3 കൊടുക്കുമ്പോൾ എന്താ വരിക സൈൻ 3 പൈ ആണ്. ഇത് 2 പൈ ആണെങ്കിൽ അതിന്റെ കൂടെ പൈയും കൂടി ചേർന്നാൽ എന്ത് വരും 3 പൈ. 3 പൈയിൽ എന്താണ് സൈനിന്റെ വാല്യൂ 0 ആണ്. നമുക്ക് ഇവിടെ വെറുതെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇത് 0 ആയിരിക്കും സൈനിന്റെ വാല്യൂ. ഇവിടെ എന്താണ് 1 ആണ്. ഇവിടെ വീണ്ടും എന്താണ് 0 ആണ്. ഇവിടെ എന്താണ് -1 ആണ്. ഇവിടെ 0 ആണ്. ഇത് എന്ത് ചെയ്യുക റൊട്ടേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്താണ് ഇവിടെ 2 പൈ ആയി. പിന്നെ എന്ത് വരും 3 പൈ ആവുമ്പോൾ 0. പിന്നെ എന്താണ് വീണ്ടും 4 പൈ ആവുമ്പോൾ 0. പിന്നെ എന്താണ് 5 പൈ ആവുമ്പോൾ 0. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ് സൈൻ n പൈ എന്ന് പറയുന്ന വാല്യൂ എന്താണ് 0 ആണ്. ഇനി കോസിന്റെതാണെങ്കിലോ കോസിന്റെത് എവിടെയാ 0 ആവുന്നത് π/2 0 ആണ്. 3π/2 0 ആണ്. അതുപോലെ എന്താണ് പിന്നെ എവിടെയാ വരിക 2 പൈ കഴിഞ്ഞാൽ പിന്നെ എന്താണ് 5π/2 ആണ് വരിക. അപ്പൊ എന്താണ് കോസിന്റെത് എന്താണ് 2n + 1 π/2 എന്താണ് 0 ആണ് വരിക. n വാല്യൂ എന്താണ് 1 2 3. നമുക്കൊന്ന് എഴുതി നോക്കാം 1 2 3. അപ്പൊ n ന് 1 കൊടുത്താൽ എന്താ വരിക അല്ലെങ്കിൽ n വാല്യൂ 0 1 2 3 കൊടുക്കാം. പിന്നെ 0 1 2 3 ഇതും ഇതുപോലെ തന്നെ കൊടുക്കുക = 0 1 2 3 കൊടുക്കുക. n വാല്യൂ 1 കൊടുത്താൽ എന്താ വരിക അല്ല 0 കൊടുത്താൽ എന്താ വരിക π/2 cos π/2 0 ആണ്. ഇനി n വാല്യൂ എന്ത് ചെയ്യാണ് 1 കൊടുത്താൽ എന്താ വരിക 2 + 3. അപ്പൊ എന്ത് വരും 3 π/2 എന്താണ് 0 ആണ്. അതുപോലെ എന്താണ് 2 കൊടുക്കുമ്പോൾ എന്ത് വരും 5π/2 0 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ജനറൽ റിസൾട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സൈനിന്റെ വാല്യൂ n പൈയില് 0 ആണ്. കോസിന്റെ വാല്യൂ എന്താണ് 2n + 1 π/2 എന്താണ് കോസിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ ഇത് നമ്മൾ ഈ ഒരു ജനറൽ റിസൾട്ട് തന്നെ ഫോം ചെയ്തതാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. സൈൻ n പൈ എന്ന് പറയുന്നതൊക്കെ എന്താണ് സൈൻ n പൈ അതായത് സൈൻ പൈ സൈൻ 2 പൈ 3 പൈ 4 പൈ അങ്ങനെ വരുന്നതൊക്കെ എന്താണ് 0 ആണ്. അതുപോലെ എന്താണ് കോസിന്റെ വാല്യൂ എന്താണ് 2n + 1 അതായത് π/2 ഓഡ് മൾട്ടിപ്പിൾ വരുമ്പോഴൊക്കെ എന്താണ് 0 ആണ്. ഇവിടെ എന്താണ് π/2 ഈവൻ മൾട്ടിപ്പിൾ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം n പൈ എഴുതാൻ പറ്റും. ഇതാണ് ഇതിന്റെ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈനും കോസും ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി നമ്മൾ സൈനും കോസും അറിയാം. അതുപോലെയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ കൊസീക് എക്സ് എന്ന് പറയുന്നത്. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1/sin x വിളിക്കുന്ന പേരാണ് എന്ത് കൊസീക് എക്സ് എന്ന്. നമ്മൾ പഠിച്ചു സൈൻ എക്സിന്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക nx ആവുന്ന സമയത്ത് n പൈ ആവുന്ന സമയത്താണ് 0. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം ഇതാണ് എക്സിന്റെ വാല്യൂ എന്താവാൻ പാടില്ല എക്സിന്റെ വാല്യൂ n പൈ ആവാൻ പാടില്ല. n = 0 1 2 3 അതായത് n പൈ ആവുമ്പോൾ സൈനിന്റെ വാല്യൂ 0 ആണ്. ഈ 1/0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം 1/0 ഇതുവരെയും 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ത് ചെയ്തില്ല ഇതുവരെയും ഡിഫൈൻ ചെയ്തില്ല. അതുകൊണ്ട് എന്താണ് കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. പക്ഷെ ഇവിടെ ഇല്ല n പൈയില് അതായത് എക്സിന്റെ വാല്യൂ n പൈ ആവുന്നിടയ്ക്ക് എന്തല്ല ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഇനി അതുപോലെ എന്താണ് സീക് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് സീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x ആണ്. അപ്പൊ എന്ത് ചെയ്യണം എക്സ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആരെ ഒഴിവാക്കണം 0 വരുന്ന ആൾക്കാരെ ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ≠ ആണ്. അതുപോലെ എന്താണ് എക്സ് ≠ 2n + 1 π/2 എന്താണ് n വാല്യൂ എന്താണ് n = 0 1 2 3 x എന്ന് പറഞ്ഞാൽ വേണേല് ഇന്റിജേഴ്സ് എന്നും പറയാം. ഓക്കെ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് tan x എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫൈൻ. tan x ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. tan x എന്ന് പറഞ്ഞാല് sin x/cos x ആണ്. ഇവിടെ നമ്മൾ എന്തേ ശ്രദ്ധിക്കണ്ടു 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിന്റെ വാല്യൂ എന്താവാൻ പാടില്ല n + 1 π/2 ആവാൻ പാടില്ല. n + 1 π/2 ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്ത് വരും ഇത് 0 ആയി പോകും. പിന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് അടുത്ത ഫംഗ്ഷൻ ആണ് എന്ത് cot x എന്ന് പറയുന്നത്. cot x എന്ന് പറഞ്ഞാല് sin x അല്ല cos x/sin x നെയാണ് നമ്മൾ എന്ത് പറയുന്നത് cot x എന്നാണ്. അപ്പൊ sin x 0 ആവാൻ പാടില്ല. അപ്പൊ sin x 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എന്തെടുക്കാൻ പാടില്ല എക്സിന്റെ വാല്യൂ n പൈ എടുക്കാൻ പാടില്ല. ഓക്കെ ഇതാണ് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. സൈനും കോസും ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. sin² x + cos² x = 1. പിന്നെ എല്ലാ സ്ഥലത്തുള്ള സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് പഠിച്ചു. അതുപോലെ എന്താണ് സൈന് n പൈ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എന്താണ് n പൈ വരുന്ന സ്ഥലത്തൊക്കെ സൈനിന്റെ വാല്യൂ എന്താണ് 0 ആണ്. n ഇന്റിജേഴ്സ് ആണ്. അതുപോലെ എന്താണ് 2n + 1 π/2 കോസിന്റെ വാല്യൂ എല്ലാ സ്ഥലത്തും എന്താണ് 0 ആണ്. അതുപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇവിടെയൊക്കെ 0 ആവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാൻ പറ്റും.
അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയാണ് അത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ഒരു ജോമെട്രിയും അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിന്റെ വാല്യൂസ് ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.